ഗായ്സ്, അപ്പോൾ ഹാർഡ്കോറിൻ്റെ അടുത്ത എപ്പിസോഡ് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഫുൾ സെറ്റ് ഡയമണ്ട് ആർമർ ആവാൻ നോക്കും. അതേപോലെ ഇന്ന് എൻചാൻറ്റിങ് ടേബിൾ ഉണ്ടാക്കണം. ഒരു മാക്സിമം അത്യാവശ്യം ലെവൽ കിട്ടുന്ന ഒരു എൻചാൻറ്റിങ് ടേബിൾ ഒരു 10-15 കിട്ടുന്ന ഒരു എൻചാൻറ്റിങ് ടേബിൾ നോക്കും. അപ്പോൾ ഇന്നത്തെ നമ്മളെ ബിൽഡ് അടിപൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ അങ്ങനത്തെ ബിൽഡ് ഉണ്ടാവില്ല. നമ്മൾ ഇന്നലെ ബിൽഡ് ചെയ്തിട്ട് ഇതുവരെ എത്തിയത് ഫാം ചെയ്യാണ്ട് അത്യാവശ്യം ഫാം ചെയ്തിട്ടില്ല. പിന്നെ കുറേ നേരം ഞാൻ കളിച്ച് അതിൻ്റെ ഒക്കെ ഉണ്ട്. ഇവിടെ വീറ്റ് ഇവിടെ കണ്ട ഈ ചെസ്റ്റ് എടുത്താൽ ചെസ്റ്റ് തന്നെ ഉണ്ട് അത്യാവശ്യം. 3.5 സ്റ്റാക്ക് ഇത് രണ്ട് സ്റ്റാക്ക് ഇതും ഏകദേശം 2 സ്റ്റാക്ക് അതും പിന്നെ കുറച്ചും കൂടി കിട്ടണ്ട. അപ്പോൾ ഏകദേശം 3-4 സ്റ്റാക്ക് കിട്ടും. നമ്മൾ പെട്ടെന്ന് സീരീസ് പെട്ടെന്ന് തീർക്കാൻ നോക്കുകയാണ്. ഞാൻ ആദ്യം വിചാരിച്ച വില്ലേജ് ബ്രീഡറൊക്കെ ഉണ്ടാക്കാമെന്ന്. പക്ഷെ വില്ലേജ് ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ച്. പക്ഷേ ഇതൊന്നൊക്കെ കൂടി നടക്കണില്ല സംഭവം. ഞാൻ ഇവിടെ ഓൾറെഡി നോക്കി വില്ലേജ് ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്തോ ബെഡ്റോക്ക് ആയതുകൊണ്ടാന്ന് തോന്നുന്നു ബഗ് അടിക്കുന്നുണ്ട്. ബഗ് അടിച്ചിട്ട് കിട്ടിയ ട്രേഡ് തന്നെ കിട്ടിയോണ്ടിരിക്കുക, മാറുന്നില്ല സംഭവം, ട്രേഡ് മാറുന്നില്ല. പിന്നെ അതേപോലെ ഞാൻ ഡയമണ്ട് ആർമറൊക്കെ ട്രേഡായി വാങ്ങാൻ വേണ്ടിയിട്ടെന്ന് വിചാരിച്ചിരുന്നു. ട്രേഡായി വാങ്ങാനാണെങ്കിലോ കേട്ടാ ഞാൻ ഇൻഫാം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വരെ ഇവിടെ കളിച്ച് വെച്ച്. പിന്നെയാണ് അതിൻ്റെ അടുത്ത് മനസ്സിലായത്. അതുകൊണ്ട് പിന്നെ ഒക്കെ നിർത്തി വെച്ച്. ഇവിടെ നമ്മൾ ഈ സീരീസ് പെട്ടെന്ന് തീർക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ അഥവാ ഇത് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ബെഡ് മൈനിങ് ചെയ്യാണ്ടല്ലോ. ബെഡ് മൈനിങ് എനേതറൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ബെഡ് മൈനിങ് ചെയ്യണം. അതിന് വേണ്ടി മാത്രം ഇത് ഉണ്ടാക്കിയ ഇവരെ ബ്രീഡ് ചെയ്യിക്കണം. ഒരു കൗന് കൂടി കൊണ്ടുവരാണ്ട് നമുക്ക് മാക്സിമം ഈ എപ്പിസോഡ് മാക്സിമം എൻചാൻറ്റിങ് ടേബിൾ ഉണ്ടാക്കാനുള്ള സെറ്റപ്പൊക്കെയാണ് നമ്മൾ ഈ എപ്പിസോഡ് നോക്കുക. അത് നമ്മളെ കളിക്കാൻ പറ്റാത്ത വെച്ചിട്ട് പിന്നെ കാര്യമില്ല. അതുകൊണ്ടാണ് ഇതെടുക്കുന്നത്. ഗെയിം സൗണ്ടൊക്കെ കുറച്ചിട്ടുണ്ട്. നമ്മളെ വില്ലേജ് ബ്രീഡർ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഈ സീരീസ് തുടങ്ങി. പക്ഷെ എന്താണ് ബഗ് അടിച്ചിട്ട് ഒന്നും നടക്കുന്നില്ല. അതാണ് സംഭവം. വില്ലേജ് ബ്രീഡർ ഉണ്ടാവണില്ല. വില്ലേജ് ബ്രീഡർ ഉണ്ടാകാനൊക്കെ പറ്റും, വർക്കൊക്കെ ചെയ്യും. പക്ഷെ ബ്രീഡർ ഉണ്ടാക്കാൻ നമ്മൾ നോക്കുന്നത് ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ട്രേഡിംഗ് ഹാൾ ട്രേഡ് ചെയ്യുമ്പോൾ സെയിം കിട്ടിയ ഒരു വില്ലേജറിന് ഇട്ട് സാധനം തന്നെ ബാക്കിയുള്ള വില്ലേജറിന് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. 2-3 മണിക്കൂറോളം അതിന് എന്നിട്ടും ഞാൻ വിചാരിച്ചു ആ വില്ലേജറിൻ്റെ പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ട് വേറെ വില്ലേജർ നോക്കുമ്പോഴും സെയിം അവസ്ഥ. അപ്പം തന്നെ ഞാൻ ഈ വേൾഡിൻ്റെ കോപ്പി എടുത്തിട്ട് ക്രിയേറ്റീവ് നോക്കി നോക്കുമ്പോഴും ഇതേ സെയിം അവസ്ഥ. അപ്പം തന്നെ മനസ്സിലായി വേൾഡിൻ്റെ പ്രശ്നമാണ്, ബെഡ്റോക്ക് പനി പറ്റിക്കണമെന്ന് മനസ്സിലായി. ഇവിടെ പിന്നെ ഓൾറെഡി ഡയമണ്ട് മൈനിങ് ഒക്കെ ചെയ്ത് അത്യാവശ്യം 11 ഡയമണ്ട് ഇവിടെ കളക്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ബ്ലോക്കും 9 ഡയമണ്ടും 2 ഡയമണ്ടും മൊത്തം 11 ഡയമണ്ട്. പിന്നെ അത്യാവശ്യത്തിന് അയണും നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അയൺ ഫാം ഒക്കെ റെഡിയാക്കാൻ വേണ്ടി വെച്ചിരുന്നു. ഇതൊക്കെ മൂടി പോയി അതൊക്കെ ഉണ്ടായത്. അപ്പം ഇന്നത്തെ എപ്പിസോഡ് മാക്സിമം നമുക്ക് വില്ലേജർ ബ്രീഡർ അല്ല എൻചാൻറ്റിങ് ടേബിൾ ഉണ്ടാക്കണം. അതിപ്പോൾ അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത് ബുക്കെല്ലാം വേണം. അതിന് ലെതർ ഒപ്പിക്കണം, പേപ്പർ വേണം. അതൊക്കെ അത്യാവശ്യമാണ്. പേപ്പറിനുള്ള വഴി ഓൾറെഡി ഇവിടെ ഉണ്ട്. പേപ്പർ കയ്യിൽ ലെതർ മാത്രമേ ഉള്ളൂ. ലെതറിൻ്റെ മാത്രമേ ഷോർട്ടുള്ളൂ. ലെതർ കുറവാണ്. നമ്മൾ മാക്സിമം 30 ഇതാക്കാൻ നോക്കണം. പക്ഷേ ഇതിന് അത്ര ലെവലില്ല, അതാണ് വിഷയം. അല്ലെങ്കിൽ നമ്മളൊന്ന് ഫുള്ള് ഡയമണ്ടും ഇതാക്കാന്ന് വിചാരിച്ചു. അന്ന് ബ്രീഡർ ഉണ്ടാക്കാന്ന് വിചാരിച്ചിരിക്കണം. അപ്പോഴാണ് ഈ ഇഷ്യൂ നമ്മൾ കണ്ടത്. അല്ലെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് ബ്രീഡർ വരുമെന്ന് വിചാരിച്ചിരിക്കണം. അതാണ് നമ്മൾ ഈ ഇഷ്യൂ കണ്ടുകൊണ്ടാണ് ഇപ്പം ഞാൻ ബ്രീഡർ ഉണ്ടാക്കാൻ നിൽക്കുന്നില്ല. അതുകൊണ്ടാണ് വെറുതെ നടക്കാത്ത വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ടപ്പം ഉണ്ടാക്കേണ്ടത്.
ചെറിയ ജലദോഷമൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഒരു കവുങ്ങും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാം. വേറെ വില്ലേജിക്കൊക്കെ ഓക്കെ. അവിടെയാണ് പിന്നെ ഒരു കുതിര ഇരിക്കണം. ആ കുതിരനെ തിരിച്ചു കൊണ്ടുവരണം. ഒരു കവ് ഇവിടെ ബുക്ക് ഷെൽഫ്. ഓൾറെഡി കുറച്ച് ബുക്ക് ഷെൽഫ് നമ്മളെ കയ്യിലുണ്ട്. ഓൾറെഡി കുറച്ച് ബുക്ക് ഷെൽഫ് നമ്മളെ ബുക്ക് ഉണ്ട് കയ്യിൽ. അതായത് നമുക്ക് ബുക്ക് ഷെൽഫ് ഉണ്ടാക്കാം. 48 ബുക്ക് ഉണ്ട്. നമ്മൾ അടുത്ത എപ്പിസോഡ് മെയിനായിട്ട് നോക്കുന്നത് ഫോക്കസ് ചെയ്യുന്നത് ഇതാണ്. പറ്റുള്ളൂ എന്താ ബുക്കിലേക്ക് എത്ര ചെയ്യും എത്ര എണ്ണം വേണം? ഇന്നൊരു 7 എണ്ണം മതി. കുറച്ചുകൂടി ലെതറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യാം. അതുപോലെ കൗണ്ട് പിന്നെ ഫുഡ് അത്യാവശ്യമാണ്. നമ്മൾ ഒറ്റക്ക് നോക്കാം. നമ്മൾ ക്യാരറ്റും പൊട്ടാറ്റൊക്കെ ഓൾറെഡി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കൗവിനെ മാക്സിമം തപ്പിയെടുക്കുക. പിന്നെ ഞാൻ കണ്ടോ നമ്മൾ തപ്പി നേരത്തെ തന്നെ കൊണ്ട് ഒറ്റ കവും പോലെ ഇവിടെ എവിടെ ഉണ്ടാവില്ല. അതാണ് വില്ലേജിൻ്റെ പ്രത്യേകത. എല്ലാ മൈൻക്രാഫ്റ്റ് അങ്ങനെയാണ് നമ്മളിതാക്കുക. ഓൾറെഡി നമ്മൾ ഡയമണ്ട് മൈൻ ചെയ്തുകൊണ്ട് പിന്നെ ഒബ്സിഡിയൻ മൈൻ ചെയ്യണം. നമുക്ക് ചൈനീ ടവർ ഉണ്ടാക്കാം. താഴത്തായിട്ട് ഉണ്ടാക്കാം. നമ്മുടെ ബേസിൻ്റെ താഴത്തായിട്ട് ഉണ്ടാക്കാം. താഴത്തായിട്ടാണ് ഞാൻ നോക്കുന്നത്. പുറത്തായിട്ട് ഉണ്ടാക്കാൻ നിൽക്കുന്നില്ല. പിന്നെ SP കണ്ടെത്താം. SP നോക്കാൻ എന്തായാലും ഒന്ന് മാർഗം നോക്കണം. കീബോർഡ് നല്ല സൗണ്ടുള്ള ഒരു കീബോർഡാണ്. അതിൻ്റെ സൗണ്ട് നല്ല രീതിയിലുണ്ടാവും. ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് കാണിച്ചത് വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളവിടെ വില്ലേജറിനൊക്കെ പൂട്ടിയിട്ടുണ്ടായിരുന്നു. അതുവരെ സെറ്റാക്കി. അപ്പോഴാണ് നമ്മൾ ഇഷ്യൂ വേണ്ടത്. അതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്തില്ല. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ബ്രീഡർ ഉണ്ടാക്കി
ബ്രീഡർ ഉണ്ടാക്കാൻ നമ്മൾ തുടങ്ങിയിട്ടുണ്ടാവും. അതൊക്കെ ഉണ്ടായത് എന്തായാലും പെട്രോൾ അടിച്ച് ഇങ്ങനെയാണ്. നമുക്ക് ജാവേരിച്ചനാണെങ്കിൽ കളിക്കാനൊരു നിവൃത്തില്ല, മൊബൈലിലാണ്. പിന്നെ കളിക്കുകയാണെങ്കിൽ തന്നെ പഴയ വെർഷനല്ലേ കളിക്കട്ടെ, 1.16 ആ വെർഷനല്ലേ കളിക്കട്ടെ. ലോയിൻ്റെ മൊബൈലായ കാരണം, ചെറിയൊരു കുഞ്ഞു മൊബൈലായ കാരണം വലിയതൊന്നും കളിക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം. നമ്മളെ കുതിരൻ്റെ അടുത്ത് കുതിരനായിട്ട് കുറച്ച് ട്രാവൽ ചെയ്യാം. പിന്നെ കുറച്ച് ക്യാമലിനെ കിട്ടുമ്പോൾ ക്യാമലിനെ കൊണ്ട് നമ്മൾ കുറച്ച് ലെതർ കിട്ടും. അങ്ങനെയാണ് കുറച്ച് ലെതർ കിട്ടും. 30 എത്ര വട്ടം വേണമെന്നുണ്ട്. എന്തായാലും നമുക്ക് കുതിര എടുത്തിട്ട് വരാം. ഇവിടെ ആയിട്ടാണ് നമ്മളെ വില്ലേജിൽ. ഇത് ഫുൾ ഡയമണ്ട് ആർമർ ആവും വേണം, അതോ ഇതേപോലെ ആവും വേണം. അത് കുറച്ച് ഡയമണ്ട് കണ്ടെത്തി വില്ലേജർ ഇതൊക്കെ സെറ്റാക്കിയിട്ട് ഫോർച്യൂൺ 3 ഒക്കെ സെറ്റാക്കിയിട്ട് മൈൻഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് കുറച്ചവിടെ എടുത്ത് വെച്ചിട്ടു. അതിന് കുറച്ച് നമ്മൾ മൈൻഡ് ചെയ്തിട്ടുള്ളൂ. ഫുള്ള് മൈൻഡ് ചെയ്യണ സീനൊന്നും കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. അത്രയധികം ബോറിങ് സീൻ. 1 മണിക്കൂർ 2 മണിക്കൂർ ചിലപ്പോൾ അരമണിക്കൂർ കിട്ടിയാൽ പോലെ ഭാഗ്യം ഉണ്ടെങ്കിൽ ഡയമണ്ട് കിട്ടുള്ളൂ. പിന്നെ കുഴപ്പമുണ്ടാവില്ല. അത്യാവശ്യം ഡയമണ്ട് ഇപ്പം തന്നെ കിട്ടി. 5-6 ഡയമണ്ടൊക്കെ കിട്ടി. 5 ഡയമണ്ട് കിട്ടി. എത്ര പെട്ടെന്ന് ഇതൊന്നുമില്ല. jatuh. Dahlia. Poi ku direwa ya gua. Sorry man, aneh kalau udah ada dua orang ya. Nah, kalian udah സംഭവം നമ്മൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ഈ പാർട്ടിന് മാത്രം സൗണ്ട് കിട്ടിയിട്ടില്ല എന്ന്. ഞാൻ കുറച്ച് പാർട്ടായിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പം നോക്കുമ്പോഴാണ് ഈ പാർട്ടിന് മാത്രമായിട്ട് സൗണ്ട് ഇല്ല എന്ന് മനസ്സിലായത്. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വോയിസ് കൊടുക്കുകയാണ്. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് അപ്പോൾ ഈ ചെയ്തതൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞത്. ഞാൻ എംചാൻറ്റ് ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കി നേരെ പോയത് ലാവാപ്പൂളിലേക്ക്. എന്നിട്ട് 3 ഒബ്സിഡിയൻ കളിക്കും. എൻ്റെ വിചാരം എന്ന് വെച്ചാൽ 3 ഒബ്സിഡിയൻ മതിയും, പിന്നെ ഒറ്റ ഡയമണ്ട്, പിന്നെ ഒരു ബുക്ക് ഷെൽഫ് എന്നുള്ള രീതിയിലാണ് എംചാൻറ്റ് ടേബിൾ ഉണ്ടാക്കാൻ. ഒരു ബുക്ക് ഷെൽഫ് എന്നുള്ള രീതിയിലാണ് എൻ്റെ മൈൻഡ് ചെയ്തിട്ടായിരുന്നു. അങ്ങനെ ഞാൻ ബുക്ക് ഷെൽഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബുക്ക് ഷെൽഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 ബുക്ക് തേടിയിട്ട് ലെതർ കണ്ടുപിടിക്കാൻ വേണ്ടി. അങ്ങനെ ലെതർ കണ്ടുപിടിച്ച് നേരെ പോയി. 2 ലെതർ കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഒരു ലെതറും കൂടി ആവശ്യമുണ്ടായിരുന്നു. ഒരു കവിനും കൂടി തപ്പി കുറച്ച് നേരം അങ്ങനെ നടന്നു. അങ്ങനെ പിന്നിൽ കാണുന്നു കുറച്ച് നേരം കൂടി അങ്ങനെ നടന്ന് ഒരു കവിന് എന്നിട്ട് കിട്ടി. ആ കവിനോട് കൊന്നിട്ട് ഞാൻ നേരെ ബേസിക്ക് പോയി. നേരെ ബേസിക്ക് പോയിട്ട് രാത്രിയാണ് നൈറ്റ് ആണ് ഉറങ്ങി. എന്നിട്ട് ഞാൻ
ആ ബുക്ക് ഷെൽഫും ക്രിയേറ്റ് ചെയ്ത് പിന്നെയാണ് നമ്മൾ എംസാനി ടാബിളിൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ നോക്കുമ്പോഴാണ് 2 ഡയമണ്ടും 4 ഒബ്സിഡിയനും ആണെന്നുള്ളത് അറിയണത്. പിന്നെ ഞാൻ നേരെ പോയി അപ്പോൾ ഒരു സ്കെൽട്ടൺ, ആ സ്കെൽട്ടൺ എങ്ങനെയൊക്കെ കൊന്നു. അപ്പോൾ വീണ്ടും ബാക്കിലൊരു സ്കെൽട്ടൺ, അതിൻ്റെ ചാവാനൊക്കെ നിന്നിട്ട് ആ ഒരു നേരത്തെ ഇതിലൊന്ന് കണ്ടിട്ടുണ്ടാവുമ്പോൾ പിന്നെ ഞാൻ അവിടെ പോയിട്ട് വേഗം ഒരു ഒബ്സിഡിയനും കൂടി കളക്ട് ചെയ്ത് എന്നിട്ട് നേരെ ബേസിക് പോയി. എന്നിട്ട് എംസാനി ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടി നിന്നു. എന്നിട്ട് എംസാനി ടേബിളൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ വിചാരിച്ചു നമ്മളെ ബേസിൻ്റെ മൈനിങ് ഏരിയൻ്റെ അവിടെ ഉണ്ടാക്കാം. എന്നിട്ട് മൈനിങ് ഏരിയൻ്റെ അവിടെ ഉണ്ടാക്കേണ്ട ഞാൻ അപ്പുറത്തെ സൈഡിൽ വന്നിട്ട് ആദ്യം 2 ബുക്ക് വെച്ച് ബുക്ക് ഷെൽഫ് വെച്ച് പിന്നെ നമ്മുടെ ചുറ്റോറം സെൻറ്ററിൽ മാത്രം വിട്ടിട്ട് ഞാൻ ചുറ്റോറം ബ്ലോക്ക് വെച്ച്. എന്നിട്ട് കുറച്ച് 30 ലെവലാവാൻ അത്യാവശ്യം നമുക്കിത് വേണം. ഇവിടെ ഞാൻ കുറച്ച് ഇതും കൂടി വെച്ചിട്ട് സെൻറ്ററിൽ നമ്മളെ എംസാനി ടേബിൾ വെച്ച്. ഈ കണ്ടത് നിങ്ങൾ ഈ കാണുന്ന അനിമേഷൻ്റെ ഒരു ഇതാണ്, ഈ പാക്കിൻ്റെ ഒരു അനിമേഷനാണ്, അതാണ് ഇപ്പോൾ ഈ കണ്ടത്. എന്നിട്ട് ഞാൻ ആദ്യം പിക്കാക്സ് വെച്ചു. അപ്പോൾ കറക്റ്റ് 30 ലെവൽ വരെ കിട്ടുന്നുണ്ട്. പക്ഷേ എൻ്റെ അത്ര ലെവലില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ചെയ്യാൻ നിന്നില്ല. പിന്നെ ഞാൻ നോക്കുമ്പോൾ മെൻറ്റിങ് 3 അൺബ്രേക്കിംഗ് ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ പിന്നെ ലാപ്പീസ് എടുക്കാൻ വേണ്ടി പോയി. ലാപ്പീസ് എടുക്കാൻ പോയതപ്പോൾ ഈ കണ്ണ്. എന്നിട്ട് നേരെ ലാപ്പീസ് എടുക്കാൻ വേണ്ടി പോയിട്ട് ലാപ്പീസ് എടുത്തതിൻ്റെ ശേഷം ഞാൻ നേരെ ഇങ്ങോട്ട് വന്നു. എന്നിട്ട് ഞാൻ ആദ്യം തന്നെ ലാപ്പീസ് വെച്ച് പിന്നെ ഞാൻ പിക്ക് വെക്കാൻ നോക്കി. പിന്നെ പിക്ക് പിന്നെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ നേരെ ബുക്കിക്ക് വെക്കാൻ വേണ്ടി തീരുമാനിച്ചു. പിന്നെ നേരെ ഞാൻ ബുക്കിക്ക് വെച്ച്. ഞാൻ നേരെ ബുക്കിക്ക് വെച്ച്. അപ്പോൾ ഒരു സുഖമില്ലാത്ത രണ്ട് ഏകദേശം സെയിം തന്നെ 2 ലെവലായിട്ടുള്ള സാധനം തന്നെ കിട്ടി. പിന്നെ ഞാൻ നേരെ പിക്കാക്സ് വെച്ച്. പിക്ക് വെക്കുമ്പോൾ മെൻറ്റിങ് 3 ഇട്ട് മെൻറ്റിങ് 3 കിട്ടി. അതിൻ്റെ ഒപ്പം തന്നെ ഫോർച്യൂൺ 1 കിട്ടി. പിന്നെ എഫിഷ്യൻസി 2 കിട്ടി. അത്ര എംസാൻ്റെ നമുക്ക് കിട്ടി. നിങ്ങൾക്ക് നേരെ ഡയമണ്ട് മൈനിങ്ങിന് പോവുക. ഡയമണ്ട് മൈൻ ചെയ്തിട്ട് ഫോർച്യൂണൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഡയമണ്ട് മൈനിങ് പോവുക. ബാക്കി ഡയമണ്ട് മൈനിങ് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാണാം. മൈനിങ് ഫുൾ കഴിഞ്ഞ് ബോറിംഗ് പാർട്ടായതുകൊണ്ട് മാത്രം നിങ്ങളെ കാണിച്ചിട്ടില്ല. മൈനിങ് ഏരിയ എല്ലാവർക്കും ഒരു 3-4 മണിക്കൂർ ഞാൻ ഇരുന്നിട്ടാണ്. ഇപ്പോൾ ഡയമണ്ടൊന്നും വേണ്ട, അതിനകത്ത് വലിച്ചെറിയും മിക്കവാറും. ഡയമണ്ട് ഒക്കെ ഉണ്ട്, അത്ര അധികം ഡയമണ്ട് ഉണ്ട്. അത്ര അധികം ഡയമണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു സ്റ്റേക്ക് 42 ഡയമണ്ട് ഉണ്ട്. അത്ര നേരം മൈൻ ചെയ്തിട്ട് ഇത്ര കിട്ടിയിട്ടുള്ളൂ. അതായത് ഒരു 3 മണിക്കൂർ മൈൻ ചെയ്തിട്ടു. പിന്നെ കുറേ ഇതൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കത്തിച്ചളഞ്ഞു. കുറേ ഞാൻ ഡ്രോപ്പ് ചെയ്ത് എവിടെയൊക്കെ ഇട്ട് അങ്ങനെ കുറേ പോയിക്കുന്നു. എന്നിട്ടിപ്പോൾ ഈ എടുത്ത് മൈൻ ചെയ്തതാണ്. ഇപ്പോൾ കുറച്ച് മൈൻ ചെയ്തിട്ട് ബാക്കി കിട്ടിയ ഒരെണ്ണം ഫുള്ളായി. ഞാൻ പിന്നെ മേലക്കൊന്നും വരാനൊന്നുമില്ല, ടൈമില്ലാത്തതുകൊണ്ട്. അപ്പം നമുക്കൊന്ന് ഫുൾ ഡയമണ്ട് ആർമർ ആവാം. ഫുള്ള് ഡയമണ്ട് ആർമർ ആവുന്നു. അതും ഇൻവെൻ്ററി ഫുള്ളും ക്ലിയർ ചെയ്തിട്ട് എടുക്കുക. നമുക്ക് വേണ്ടി 23 ലെവൽ വീണ്ടായിട്ടുണ്ട്. ഡയമണ്ട് എടുത്ത് ആദ്യം നമുക്കൊരു സ്റ്റാക്ക് എടുക്കാം. അത് നമുക്ക് ഹെൽമെറ്റ് പിന്നെ ചെസ്റ്റ് പ്ലേറ്റ്. നമുക്ക് പിന്നെ ഈ അടുത്ത് മൈൻ ചെയ്യാൻ വേണ്ടി ആവശ്യമില്ല. നമ്മൾ നേത്രേറ്റ് ആക്കണമെങ്കിൽ നമുക്കിപ്പോൾ എന്ത് വേണം, ഡയമണ്ട് വേണം. പിന്നെ ഒരു പാൻറ് ഫുള്ള് നമ്മൾ ഡയമണ്ട് ആർമർ ആയിട്ടിരിക്കുകയാണ്. ടൂൾസ് പിന്നെ ബാഗ്സ് പിക്ക് വേണ്ട. ഷവല് വേണം. ഷവൽ അധികം വേണ്ട. അയ്യോ അതിൻ്റെ അടുത്ത് എന്താ ഇതൊരു സ്ക്രീൻഷോട്ട് ആവണം. അയ്യോ അതാ. അപ്പം നമ്മൾ ഫുൾ
ഫുൾ സെറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ കുറേ ഉണ്ട്. ഞാനിപ്പോൾ നേരത്തെ ഇതൊക്കെ സെറ്റ് ചെയ്യണ ടേബിളൊക്കെ സെറ്റ് ചെയ്യണ വീഡിയോ ഒക്കെ എടുത്തതായിരുന്നു. അപ്പോഴാണ് മനസ്സിലായി അതിൽ വോയിസ് കിട്ടിയിട്ടില്ല. എന്താ സംഭവം എന്നൊക്കെ വോയിസ് കിട്ടണില്ല അതിൽ സംഭവം, അതാണ് ഇഷ്യൂ. പിന്നെ മാക്സിമം കണ്ട ഫുൾ നമ്മൾ ഇതായിട്ടുണ്ട്. അണിതാ പിക്ക് എടുക്കുക, പിന്നെ വാട്ടർ ബക്കറ്റ്, ഫുഡ് ആണ് എടുത്തിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ഹാർഡ് കോർ എപ്പിസോഡുമായിട്ട് കാണാം. ബൈ ബൈ.